നമസ്കാരം. മാസപ്പടി കേസിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ എക്സാലോജിക് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ്, അതിന്റെ ഡയറക്ടർ വീണ ടി, CMRL മാനേജിംഗ് ഡയറക്ടർ ശശിധരൻ കർത്ത എന്നിവർക്കെതിരെ അതീവ ഗുരുതരമായ കണ്ടെത്തലുകളാണുള്ളത്. പൊതുമേഖലാ പങ്കാളിത്തമുള്ള CMRL കമ്പനിയിൽ നിന്ന് യാതൊരുവിധ സേവനങ്ങളും നൽകാതെ 2.78 കോടി രൂപ തട്ടിയെടുത്ത കേസിൽ ശശിധരൻ കർത്തയും വീണ ടിയും തമ്മിൽ കൃത്യമായ ഒത്തുകളി നടന്നതായി SFIO കണ്ടെത്തിയിട്ടുണ്ട്. ഒരു ഏകാംഗ കമ്പനിയായ എക്സാലോജിക് സൊല്യൂഷൻസിന്റെ ഡയറക്ടറായ വീണയ്ക്ക് സാമ്പത്തിക നേട്ടമുണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് കൺസൾട്ടൻസി കരാറുകൾ നിർമ്മിച്ചതെന്നാണ് അന്വേഷണ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. വീണയെ IT ആൻഡ് മാർക്കറ്റിംഗ് കൺസൾട്ടന്റായി നിയമിച്ചുകൊണ്ട് എക്സാലോജിക് കമ്പനിക്ക് നൽകിയിരുന്ന പ്രതിമാസ പേയ്മെന്റായ 3 ലക്ഷം രൂപയ്ക്ക് പുറമെ വ്യക്തിപരമായി പ്രതിമാസം 3 ലക്ഷം രൂപ വീതവും CMRL നൽകിയിരുന്നു. എന്നാൽ എക്സാലോജിക്കോ വീണയോ CMRLനായി യാതൊരുവിധ കൺസൾട്ടൻസി ജോലികളും ചെയ്തതായി തെളിയിക്കാൻ യാതൊരു തെളിവുകളും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. CMRLന്റെ വരുമാനത്തെ പൂർണ്ണമായും ആശ്രയിക്കുന്ന ഒരു പ്രധാന ഗുണഭോക്താവായി വീണയെ മാറ്റാൻ ശശിധരൻ കർത്ത തന്റെ പദവി ദുരുപയോഗം ചെയ്യുകയായിരുന്നു. സമാനമായ ഒരു IT പഠനത്തിനായി പിന്നീട് വളരെ കുറഞ്ഞ ചെലവിൽ കൃത്യമായ ഫലങ്ങൾ നൽകിയ ATNA ടെക്നോളജീസിന്റെ പ്രവർത്തനം പരിശോധിച്ചപ്പോഴാണ് വീണയ്ക്ക് നൽകിയ കോടികളുടെ പേയ്മെന്റുകൾ തികച്ചും വ്യാജവും അനാവശ്യവുമായിരുന്നുവെന്ന് തെളിഞ്ഞത്. ഇരുവരും തമ്മിലുള്ള ഒത്തുകളിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് അവർ കൈമാറിയ ഇമെയിൽ സന്ദേശങ്ങളാണ്. ഇവരുടെ ഇമെയിലുകൾ പരിശോധിച്ചതിൽ നിന്നും അവ യഥാർത്ഥ IT സേവനങ്ങൾ നൽകുന്നതിനെക്കുറിച്ച് ആയിരുന്നില്ലെന്നും മറിച്ച് ഇൻവോയ്സുകൾ കൃത്രിമമായി നിർമ്മിക്കുന്നതിലും പേയ്മെന്റുകൾ തടസ്സമില്ലാതെ നടത്തുന്നതിലും മാത്രമാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നതെന്നും വ്യക്തമായിട്ടുണ്ട്. ഇത് കമ്പനി ഫണ്ട് തട്ടിയെടുക്കാൻ വേണ്ടി ഇരുവരും മനഃപൂർവ്വം ഒത്തുകളിച്ചതാണെന്ന വസ്തുത ഉറപ്പിക്കുന്നു. ഈ തട്ടിപ്പിലൂടെ ലഭിച്ച പണം ശശിധരൻ കർത്ത നടത്തുന്ന മറ്റൊരു സ്വകാര്യ കമ്പനിയായ എംപവർ ഇന്ത്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് പ്രൈവറ്റ് ലിമിറ്റഡിനോട് എക്സാലോജിക്കിനുണ്ടായിരുന്ന 50 ലക്ഷം രൂപയുടെ കടങ്ങൾ വീട്ടാനാണ് വീണ ഉപയോഗിച്ചത്. ഈ സാമ്പത്തിക നീക്കത്തിലൂടെ യാതൊരുവിധ സേവനങ്ങളും നൽകാതെ തന്നെ എക്സാലോജിക്കിന്റെ സ്വകാര്യ ബാധ്യതകൾ പൊതുമേഖലാ പങ്കാളിത്തമുള്ള CMRL കമ്പനിയുടെ അക്കൗണ്ടിലേക്ക് മാറ്റാൻ ഇരുവരുടെയും ഒത്തുകളിയിലൂടെ സാധിച്ചു. CMRLിൽ നിന്ന് കൃത്യമായ അവിശുദ്ധ കൂട്ടുകെട്ടിലൂടെ ഫണ്ട് തട്ടിയെടുക്കാനായി വീണ നടത്തിയ നീക്കങ്ങൾ കമ്പനിക്ക് വലിയ സാമ്പത്തിക നഷ്ടമാണ് വരുത്തിവെച്ചത്. വഴിവിട്ട സാമ്പത്തിക നേട്ടമുണ്ടാക്കിയ ഈ വലിയ സാമ്പത്തിക കൃത്രിമത്വത്തിന് ശശിധരൻ കർത്ത, വീണ, എക്സാലോജിക് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ്, എംപവർ ഇന്ത്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നിവർ കമ്പനീസ് ആക്ട് 2013 സെക്ഷൻ 447 പ്രകാരം കഠിനമായ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് ചെയ്തിരിക്കുന്നത്. ഈ കേസിൽ പ്രതികൾ ചെയ്തിട്ടുള്ള കുറ്റങ്ങൾക്ക് പിഴയും 10 വർഷം വരെ തടവും ശിക്ഷ ലഭിക്കാവുന്നതാണ്. സംഭവത്തിൽ SFIO തയ്യാറാക്കിയ 216 പേജുള്ള അന്തിമ അന്വേഷണ റിപ്പോർട്ടിലെ വിവരങ്ങളെല്ലാം തന്നെ പുറത്തു വന്നിരുന്നു. നിലവിൽ എറണാകുളത്തെ പ്രത്യേക കോടതിയുടെ പരിഗണനയിലുള്ള റിപ്പോർട്ട് എക്സാലോജിക് കമ്പനി നടത്തിയ സാമ്പത്തിക ക്രമക്കേടുകളുടെയും വഞ്ചനപരമായ ഇടപാടുകളുടെയും പൂർണ്ണരൂപം അക്കമിട്ട് നിർത്തുന്നതാണ്. CMRL കമ്പനി ഉടമ ശശിധരൻ കർത്ത, അദ്ദേഹത്തിന്റെ മകൻ, കമ്പനിയിലെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ, കമ്പനി സെക്രട്ടറി, സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റർമാർ, വീണ വിജയൻ, എക്സാലോജിക് ജീവനക്കാർ എന്നിവരെയെല്ലാം വിശദമായി ചോദ്യം ചെയ്ത ശേഷമാണ് അന്വേഷണ ഏജൻസി ഈ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. കേസിൽ എക്സാലോജിക് ഉൾപ്പെടെ ആകെ 12 പ്രതികളാണുള്ളത്. ഇതിൽ 54 മുതൽ 60 വരെയുള്ള പേജുകളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന എക്സിക്യൂട്ടീവ് സമറിയിലെ 16, 17, 18, 19 ഖണ്ഡികകളിലാണ് തട്ടിപ്പിന്റെ കൃത്യമായ റൂട്ട് മാപ്പ് ഉള്ളത്. SFIO റിപ്പോർട്ട് പ്രകാരം 2014-2015 സാമ്പത്തിക വർഷത്തിൽ വെറും 1 ലക്ഷം രൂപ പെയ്ഡ് മൂലധനവുമായി ആരംഭിച്ച ഏക വ്യക്തി കമ്പനിയായ എക്സാലോജിക് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് പിൽക്കാലത്ത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്നു. 2021-2022 കാലഘട്ടത്തിൽ -66 ലക്ഷം രൂപയുടെ നെഗറ്റീവ് ആസ്തി മൂല്യവും വെറും 5 ലക്ഷം രൂപയുടെ തുച്ഛമായ വിറ്റുവരവുമായിരുന്നു കമ്പനിക്ക് ഉണ്ടായിരുന്നത്. സ്കൂളുകൾക്കും കോളേജുകൾക്കും വേണ്ടിയുള്ള ഇൻമെഗ എന്ന വേറൊരു മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ ആയിരുന്നു എക്സാലോജിക്കിന്റെ പ്രധാന ഉൽപ്പന്നം. എന്നാൽ ഈ സോഫ്റ്റ്വെയർ പൂർണ്ണമായും പ്രവർത്തനരഹിതവും ഉപയോഗശൂന്യവുമായിരുന്നു.